കൂട്ടത്തിൽ സാധനങ്ങൾ അടിച്ചു മാറ്റി കൊണ്ടുപോകുന്ന ആൾ. അടിച്ചു മാറ്റുന്ന ഫുഡ് ഐറ്റംസ്. ഫുഡ് മാത്രം. അണ്ടി, ബദം, പിസ്ത. ഡയറ്റ് നോക്കുന്നുണ്ട് എല്ലാരും സാലഡൊക്കെ നല്ല കഴിക്കും. കിട്ടൂല. ഇഷ്ടം കട്ട് ചെയ്ത ക്യാരറ്റ്, കുഞ്ഞു വെച്ച ക്യാരറ്റ് ഇതല്ലടാ നീ മുങ്ങി വെച്ചത്. ഓക്കെ. കരച്ചിലോളി. കരച്ചിലോളി. ഇല്ല, ഹൗസ് എപ്പോഴും ഹാപ്പിയാണ്. അതാണ് കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ളതാരാ? സെൻസിറ്റീവ് റാംബോ അത്യാവശ്യം സെൻസിറ്റീവാ. കലിപ്പൻ റാംബോ, സെൻസിറ്റീവ് റാംബോ. ഉള്ളിൽ അങ്ങനെ സൈഡ് ഉണ്ട്. പക്ഷെ അത് നമ്മൾ മാത്രമേ കാണും. പുറത്തൊന്നും ഒരു ഇതില്ല. നമ്മളെ വീട്ടിൽ ആരെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും, അങ്ങനെ വേറെ ആരും പറഞ്ഞിട്ടില്ല, ഇപ്പൊ ഇവനായപ്പോ ഒരു പെട്ടെന്ന് എന്തെങ്കിലും കാര്യത്തിന് ഇൻകേസ് എന്തെങ്കിലും പറഞ്ഞോ പെട്ടെന്ന് സങ്കടം വരും. അത് വേറെ ആരും പറഞ്ഞാലും അത്ര ഒരു ഇത് വരില്ല. പക്ഷെ ഇപ്പം പറയുമ്പോഴത്തേക്ക് അത് പെട്ടെന്ന് സങ്കടം വരും. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ഏൽപ്പിച്ചിട്ട് പിന്നെ ഇവനത് മറന്നു പോകുമ്പോ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അങ്ങനെ അറിയാണ്ട് എന്തെങ്കിലും പറഞ്ഞോ അപ്പം അപ്പോഴുള്ള ഇത് അപ്പോഴുള്ളൊരു സംഭവം മാത്രമേ ഉള്ളൂ. കരച്ചിലോളിന്റെ കാര്യം പറയാനാണെങ്കിൽ ഞാൻ ഇപ്പൊ ഒരു കാര്യം ഓർത്തത്, വേറൊരു സംഭവം. നിങ്ങൾ ആരും അത് കണ്ടിട്ടില്ല, പക്ഷെ എനിക്ക് മാത്രമേ അത് അറിയൂ. എന്റെ ഫോണാ ഇപ്പോഴും ഉണ്ടാന്ന് അറിയില്ല, ഞാൻ നോക്കട്ടെ. അതായത് ഡേറ്റ് ഒന്ന് നോക്കോ, ഡേറ്റ് ഒന്ന് നോക്കോ. ജാസിന്റെ ചേട്ട ജാസി ജാസിനെ ഞാൻ മർസിലേക്ക് ഹയർ ചെയ്യുന്നത് 10-ാം തീയതി, ഏപ്രിൽ 10-ാം തീയതി. ഓക്കെ, ഏപ്രിൽ 10-ാം തീയതി രാത്രി ഞാൻ എടാ നിന്നെ കുക്കാരി സെലക്ട് ചെയ്തിരിക്കുന്നു വാന്ന് പറഞ്ഞിട്ട് ഇവരെ വിളിച്ചപ്പം ഇവൻ തിരിച്ചയച്ച വീഡിയോ ചെയ്തു. എടാ മിണ്ടാടുക്ക്, ഇത് കേക്കട്ടെ. താങ്ക്സ് എടാ, താങ്ക്സ്. കരയാ ഇത് കാണുന്നില്ല, നീ കണ്ടു. എന്റെ വിചാരം എന്താ, ഈ സംഭവം നീ ഇപ്പോഴും കണ്ടിട്ടില്ലാന്നോ? സത്യോ? ഞാനത് സംഭവം ഇത്രയും കാലമായിട്ട് ഒന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ പറയില്ല, കാരണം ഈ വീഡിയോ ഞാൻ ഒന്ന് കണ്ട്, അത് ഞാൻ കണ്ടത് നീ അറിയണ്ടെന്ന് വെച്ചിട്ട് ഞാൻ തന്നെ ബാക്ക് അടിച്ച് മിനിമൈസ് ചെയ്ത് വെച്ചതാ. ഞാൻ അറിയില്ല, ഞാൻ നിന്നോട് ചോദിച്ചിട്ടുമില്ല. മാത്രമല്ല അതിന്റെ എത്രയോ ലൈവ് എല്ലാം കഴിഞ്ഞ ഒന്നും ഞാൻ പിന്നെ ഞാനായിട്ടൊന്നും എടുത്തിടണ്ട അങ്ങനെ പറയണ. അല്ല ഇതൊക്കെ ഞാൻ എപ്പെങ്കിലും ഇട്ട് പൊട്ടിക്കണം എന്ന് വിചാരിച്ചു ഞാൻ കാത്തുള്ള. നല്ല സെറ്റപ്പ് പൊട്ടിച്ച പൊട്ടിച്ച സീനില്ല. അല്ല അതല്ല, അത് അപ്പത്തെ സിറ്റുവേഷൻ നമുക്ക് ഒന്നും ആവാണ്ട് ഒരു പിടിവള്ളി കിട്ടാന്നറിയില്ലേ അങ്ങനെ. കാരണം ഒന്നുമല്ല എവിടെയല്ല, ആർക്കും വേണേ എടുത്ത് ചവിട്ടി ഒഴിവാക്കൊക്കെ ചെയ്യാം. അപ്പൊ ഓനൊരു ചാൻസ് നമുക്ക് തന്നു. വേറെ ഒന്നുമില്ല, വേറെ ഇതിനു മുമ്പ് പരിചയമോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ലൈഫിൽ നമ്മൾ വലിയ സംഭവമായിട്ട് കാണുന്നേ. അപ്പൊ ഒന്നൊരു ഫീലിങ്സ് അത്രേ ഉള്ളൂ. അതല്ലേ തൊപ്പി പറയാറ്, ഓവർനൈറ്റ് ലൈഫ് മാറിയ ആളാണ് ജാസി എന്ന് പറഞ്ഞത്. അതെ അതെ അതെ, ഞാൻ പല ലൈവില് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ജാസിന്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഓവർനൈറ്റ് മാറിയതാണ്. എന്താ അറിയോ, മൊത്തമായിട്ട് മാറി. എനിക്ക് എന്റെ ലൈഫില് ഏറ്റവും കൂടുതൽ സന്തോഷം വിഷമയുടെ ഒറ്റ ദിവസമാണ്. കാരണം എന്ന് വെച്ചാല് ഞാൻ പിന്നെ ഇപ്പൊ അങ്ങനെ കാണിച്ചുകൊണ്ട് പറയാണ്, അത് പിന്നെ ഞാൻ ഇവന്റെ അടുത്ത് വളരെ ആഗ്രഹിച്ച് ഞാൻ പറഞ്ഞ 2 കൊല്ലമൊക്കെ എനിക്ക് ഒന്നും ആവാണ്ടൊക്കെ ഞാൻ ഒരു അവസാനം ഈ ഫ്രീലാൻസ് പരിപാടിയൊക്കെ തട്ടിക്കൂട്ടി പോകുന്ന സമയത്താണ് ജസ്റ്റ് ഇവൻ വരുന്നത്. ഞാൻ ആ സമയത്ത് എങ്ങനെങ്കിലും ഫ്രീലാൻസ് ഒക്കെ അറിയാലോ, അത്ര വലിയ ചെറിയ പൈസ പരിപാടി എനിക്ക് ഭയങ്കര കാറ്ററിംഗും ഇങ്ങനെ പോയി കാറ്ററിംഗിന്റെ പണിന്റെ അടുക്ക് പുറത്തേക്ക് പോയി ഫ്രീലാൻസ് ദുബായിക്കെല്ലാം പോകുമ്പോൾ പ്രഷറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോഴാണ് ഇവനൊരു ഓപ്പർച്യൂണിറ്റിക്ക് തരുന്നത്. അപ്പൊ അതില് സന്തോഷം ഞാൻ ഇവിടെ വന്ന്. അപ്പൊ ഫസ്റ്റ് ലൈവ് തന്നെ, ആദ്യത്തെ ലൈവ് തന്നെ നല്ല മാക്സിമം നല്ല അടിച്ചു പൊളിച്ച് ഓർക്കൊക്കെ ഇഷ്ടമായി. ലൈവ് ഏകദേശം എൻഡ് ആകുന്ന സമയത്ത് എന്റെ വല്യമ്മ മരണപ്പെട്ടു എന്നുള്ളൊരു വാർത്ത. കാരണം എന്താ വെച്ചാല് എന്റെ ഫാദറിന്റെയോ ഉപ്പാന്റെ വല്യമ്മ ഓൾറെഡി മരണപ്പെട്ട്, ഉമ്മാന്റെ വല്യമ്മ മരണപ്പെട്ട്, ഉമ്മാന്റെ വല്യമ്മ മാത്രമേ അവസാനം ബാക്കി ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ നമുക്കറിയാലോ, വീട്ടിൽ അമ്മൂമ്മയും വല്യമ്മൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് അത്ര ഇമോഷണൽ ബോണ്ട് ആകുമ്പോ അവസാനം അവര് മരണപ്പെട്ട് എന്നോട് വലിയ മെല്ലപ്പം പറയും, എടാ നീ അടിപൊളിയാക്ക്, പിന്നെ മാത്രമല്ല പിന്നെ നമുക്ക് ബാക്കിയുള്ള ആൾക്കാർ കുടുംബക്കാരൊക്കെ എന്ത് സാധനം മേടിച്ചു കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ആ സമയത്ത് നമ്മൾ കയ്യിൽ പൈസ ഉണ്ടാവില്ല. അപ്പൊ വലിയ ആഗ്രഹമായിരുന്നു വല്യമാനെ കാറിലാക്കുക, സാധനം മേടിച്ചു കൊടുക്കുക. അപ്പൊ ഇത് കിട്ടിയ സമയത്ത് എന്റെ മനസ്സുകൊണ്ട് ഞാനൊക്കെ അത് ആഗ്രഹിച്ചു. പക്ഷെ ആ ദിവസം തന്നെ വല്യമാക്ക് ഇങ്ങനെ സംഭവിക്കുകയും ചെയ്ത്.
പക്ഷെ വേറെ എനിക്ക് ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ഞാൻ ഇരുത്തി പറയുന്ന ഒരു കാര്യമല്ല. എന്താ സംഭവം എന്ന് വെച്ചാൽ ആ ദിവസം ഞാനന്ന് ലൈവിൽ എന്റെ സമയത്ത് ഇതൊക്കെ സംഭവിക്കും. ഞാനിത് അറിയലോട് കൂടിയിട്ട് തൊപ്പി ചെയ്തൊരു വലിയ കാര്യമുണ്ട്. കാരണം കൊച്ചിയിൽ നിന്ന് കണ്ണൂരേക്ക് അറിയില്ല, അത്രയും കിലോമീറ്റർ ഉണ്ട്. രാവിലെ വെല്ലിമാനം മയ്യത്തെടുക്കുന്നെല്ലാം പറഞ്ഞു. ഇവൻ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഒരു കാര്യം പറഞ്ഞു, അപ്പം തന്നെ ലൈവ് എൻഡാക്കിയവൻ. ഇരുത്തി പറയുന്നതുകൊണ്ടൊന്നും വിചാരിക്കരുത്. ലൈവ് എൻഡാക്കിയിട്ട് എന്നോട് പറഞ്ഞ് നമുക്ക് പോകാൻ. എന്നിട്ട് വണ്ടി എടുത്തിട്ട് ഓന് അതായത് രാത്രി കയറിയിട്ട് രാവിലെ എത്തുന്ന രീതിയിൽ ഏകദേശം എനിക്കൊന്ന് 5 മണിക്കൂർ അങ്ങോട്ട് ഞാൻ എത്തിച്ച്. വേറെ ഏതെങ്കിലും ഒരാളാണെങ്കിൽ ചെയ്യോ എനിക്കറിയില്ല. ഇപ്പൊ എത്ര ഇൻഫ്ലുവൻസർ ആണെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും എത്താനോ ഇല്ല ട്രെയിനിലെത്താനോ അങ്ങനെ എന്തെങ്കിലും നോക്കും. പക്ഷെ ഓനാ സമ്മതിക്കുക. അത് സത്യം പറയുന്നത് വലിയ സംഭവം ആയിരിക്കൂല. പക്ഷെ എന്റെ ലൈഫില് ആ ഒരു ദിവസം പിന്നെ അന്ന് മുതൽ ഞാൻ തീരുമാനിച്ചു, ഇനി എന്തായി കഴിഞ്ഞാലും വേണ്ടില്ല, ഇനി അവിടെ എത്തിയാലും എത്തിയില്ലെങ്കിലും ഓന്റെ ഒപ്പം എത്ര കാലം നിൽക്കാൻ പറ്റുമോ അത് ഹാപ്പി ആയിട്ട് അടിച്ചു പൊളിച്ചാൽ പോവാന്നുള്ള കാര്യം. അത് വലിയ സംഭവം ഒന്നല്ല. പക്ഷെ എനിക്ക് എന്റെ കണ്ണീര് തുടക്കി. ഓനക്കുണ്ടാവും തൊപ്പിക്ക്, ഓനക്ക് ഇമോഷണലി ഇഷ്ടംപോലെ ഉണ്ടാവും. എല്ലാവരും കുറെ കാര്യങ്ങളൊക്കെ ചെയ്യും. ഒരിക്കലും ഓൻ ചെയ്തൊരു കാര്യം കാരണം ഓനക്ക് താല്പര്യമില്ല, ഒന്നും ആഗ്രഹിച്ചിട്ടെല്ലാം ചെയ്യുന്നു. പലപ്പോഴും ഞാൻ പല ആൾക്കാരും പറയുന്നു. കാരണം പുറമേ നിന്ന് കാണുന്ന സമയത്ത് ലൈവ് ആയാലും റിയാക്ഷൻസ് ഓൻ ഇപ്പൊ ചിരിച്ചിട്ടും പറയും. ഓന്റെ ഉള്ളിന്റെ ഉള്ളിൽ എന്താണെന്ന് നമുക്കറിയാം. അത് മുനുവിന് ഷെങ്കറിനെ കറക്റ്റ് ആയിട്ട് ഫീൽ ചെയ്യാനും പറ്റും. പക്ഷെ കുറെ കാര്യങ്ങള് ഇപ്പൊക്കെ കുറെ മാറി കാര്യങ്ങള്. പിന്നെ ആരും കാണിച്ച് ചെയ്യാ ആൾക്കാരുടെ മുമ്പിൽ ഇങ്ങനെ ഞാൻ ചെയ്യുന്നൊക്കെ അറിയണം, അങ്ങനത്തെ ഒരു മെന്റാലിറ്റി കാര്യങ്ങളൊന്നുമില്ല. കുറെ സംഭവം ഉണ്ട്. അപ്പൊ അന്ന് മുതൽ ഞാൻ തീരുമാനിച്ചു ഇനിയിപ്പൊ എത്ര കാലം ഹാപ്പി ആയിട്ട്. പിന്നെ അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് വിഷമാകുന്ന ഒരു കാര്യം, നമുക്ക് ആർക്കും നല്ല രീതിയിൽ നമ്മൾ അടിച്ച് പൊളിച്ച് ഉഷാറെ മാക്സിമം നമ്മൾ ഇതാക്കിയിട്ട് മാത്രമല്ല നമ്മളെല്ലാവരും ഹാപ്പിയാക്കി എൻജോയ് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ നമുക്ക് വളർച്ചയുണ്ട്. ഇവിടെ വരുന്നതിന്റെ മുമ്പ് 5 ഫോളോവേഴ്സ് ഇല്ലാത്തതാണ്. പിറ്റേ ദിവസം ഞാനിവിടെ എല്ലാം വൈറലായി നാട്ടിൽ പോയി ആ വലിയമാന്റെ പരിപാടിയിലും കഴിഞ്ഞ് പിന്നെ മീൻപിടി പോകുന്ന സമയത്തൊക്കെ എന്തൊക്കെ നമുക്കറിയില്ല, നമ്മൾ അത്രയും ആഗ്രഹിച്ച ഒരു അംഗീകാരം കിട്ടാന്ന് അറിയില്ലേ. അപ്പൊ അതെല്ലാം കിട്ടിയപ്പോ വലിയ സന്തോഷം. ഇതെല്ലാം കാരണം താങ്ക് യുടാ. ഓക്കെ, നമ്മൾ കുറച്ച് ഇമോഷണൽ പാർട്ടിലേക്കൊക്കെ പോയി, ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അപ്പം നിങ്ങൾ പറയും, നിങ്ങൾ എത്രത്തോളം തൊപ്പീനെ നിങ്ങൾ ഇപ്പം ഒരു ഇൻസിഡന്റ് പറഞ്ഞു, അതുപോലെ നിങ്ങൾ തൊപ്പീനായിട്ട് എത്രത്തോളം അറ്റാച്ച്ഡ് ആണ്? ഇവര് പറയണ്ട, ഇവര് കുറച്ചായിട്ടില്ലല്ലോ. അല്ല നീ പറ, നീ പണ്ട് മുതൽ എന്നെ കാണുന്നില്ല, നീ പറ, നിന്റെ ഇത് എനിക്ക് കേൾക്കണം. തൊപ്പി നിങ്ങളെ പറ്റിയൊക്കെ ഒരുപാട് പറഞ്ഞു. അതുപോലെ നിങ്ങൾ തൊപ്പിനെ പറ്റി ഇവൻ കൊറേ പറഞ്ഞു. സംസാരിക്കാൻ അറിയാം, ബാക്കി എല്ലാരും ബുദ്ധിമുട്ടാണ്. പറയാനാണെങ്കില് നീ നേരത്തെ എന്താ പറഞ്ഞേ? എന്റെ കൂട്ടത്തിൽ സാലറി വാങ്ങാണ്ട് നിൽക്കുന്ന ഒരേ ഒരാളല്ല, പലരും സാലറി വാങ്ങുന്നില്ല. പക്ഷെ ഇതുവരെ എന്റെ അടുത്തൊന്നും അങ്ങനല്ല. അത് മുനുവായാലും ആരും പ്രതീക്ഷിക്കുന്നൊന്നുമില്ല. അതായത് പണ്ട് ഞാന് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇവൻ പല ജോലികളും ചെയ്ത് ഇങ്ങനെ പെയിന്റിന്റെ പണിക്കൊക്കെ പോയിട്ട് അങ്ങനെ വരുത്താം. അപ്പൊ ഇവന് കഷ്ടപ്പെട്ട് കുറച്ച് പൈസ ആക്കിട്ട് ഇവ ഒരു വണ്ടി എടുത്തു, ZMR. അതായത് വണ്ടി പൊളിഞ്ഞ വണ്ടിയാ, മൊത്തം കംപ്ലൈന്റ് ആ വണ്ടിക്ക്. ആ വണ്ടി ഇവന് എടുക്കണമെങ്കിൽ തന്നെ 1 മണിക്കൂർ ഇവ ആ വണ്ടീന്റെ മുകളിൽ പണിയെടുക്കണം. രാവിലെ ഇവന്റെ വീട്ടിൽ പോയാൽ നമ്മൾ കാണുന്ന വെച്ചാൽ ഇവൻ സ്പാൻഡർ ഇതെല്ലാം വെച്ച്, അതായത് ഇവൻ ജോലിക്ക് പോകുന്നതിന്റെ 1 മണിക്കൂർ മുമ്പ് ഇവൻ ഈ വണ്ടി മൊത്തം ശരിയാക്കാൻ വേണ്ടി നിൽക്കണം എല്ലാ ദിവസവും. ഒരു കുപ്പി ഉണ്ടാവും, പെട്രോൾ ലീക്ക് ഉണ്ട്, അപ്പൊ എപ്പോ ഒരു കുപ്പി വെച്ചിട്ടാ പോകും. പെട്രോൾ ലീക്ക് ഉണ്ടാവും.